നമസ്കാരം. 1971 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച കോട്ടയായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലം. പിന്നീട് ഇടതും വലതും മാറി മാറി പാലക്കാട് വിജയിച്ചു. ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇരു മുന്നണികളും എപ്പോഴും രംഗത്തിറക്കിയിട്ടുള്ളത്. 2 തവണ MP ആയി തെളിഞ്ഞ MP രാജേഷിനെ അട്ടിമറിച്ച് VK ശ്രീകണ്ഠൻ പാലക്കാടിന്റെ MP ആവുകയായിരുന്നു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ആരായിരിക്കും വീണ്ടും UDF-ന്റെ സ്ഥാനാർത്ഥിയെ പാലക്കാട്ടെത്തുക? അപ്പം തന്നെ മണ്ഡലം തിരിച്ചുപിടിക്കാനായി LDF എന്തൊക്കെ ആശയങ്ങളായിരിക്കും മുന്നോട്ട് വയ്ക്കുക? BJP-ക്കും ഒരുപോലെ വേരോട്ടമുള്ള മണ്ണ് തന്നെയാണ് പാലക്കാടിൻ്റെത്. BJP ആരെ സ്ഥാനാർത്ഥിയേക്ക് ഇറക്കും? പാലക്കാട് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചാൽ സാക്ഷാൽ AK ഗോപാലനും കേരള മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരും വിജയക്കൊടി പാറിച്ച നാടാണിത്. 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ജനം വിധിയെഴുതി. 11 തവണയും പാലക്കാടിന്റെ മണ്ണ് ചുവന്നു തന്നെ നിന്നു. 6 തവണയാണ് UDF-ന് തിളങ്ങാൻ സാധിച്ചത്. BJP ആവട്ടെ മുൻവർഷത്തെ അപേക്ഷിച്ച് വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ MP രാജേഷ് എന്ന ശക്തനായ നേതാവിനെ 11,000-ഓളം വോട്ടിനാണ് അട്ടിമറിച്ച് VK ശ്രീകണ്ഠൻ വിജയക്കൊടി പാറിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ വിശ്വാസി സമൂഹത്തിനൊപ്പം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചതും പാലക്കാട് UDF-നെ തുണച്ചു. 2014 നിന്നും 19 എത്തിയപ്പോൾ BJP-ക്ക് വർദ്ധിച്ചത് 6% വോട്ടാണ്. 2019 LDF 37.7%, UDF 38.83%, NDA 21.26% വോട്ട് നേടിയിരുന്നു. 5 വർഷത്തെ പ്രവർത്തനങ്ങളും മണ്ഡലത്തിൽ VK ശ്രീകണ്ഠനുള്ള ജനപ്രീതിയും കൊണ്ട് ഒരിക്കൽ കൂടി ശ്രീകണ്ഠനിലൂടെ മണ്ഡലം നിലനിർത്താമെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകളൊന്നും ഇത്തവണ തങ്ങൾക്കെതിരാവില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. നിയോജക മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 7-ൽ 5ഉം LDF-നൊപ്പമാണ്. പാലക്കാടും മണ്ണാർക്കാടും മാത്രമാണ് UDF-നൊപ്പമുള്ളത് എന്നതും ഇടതിൻ്റെ വിജയപ്രതീക്ഷ ഒന്നുകൂടി ഉറപ്പിക്കുന്നു. N സ്വരാജ്, PA ഗോകുൽദാസ്, NN കൃഷ്ണദാസ്, A വിജയരാഘവൻ എന്നിവരാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ മുന്നിലുള്ളത്. BJP ആവട്ടെ C കൃഷ്ണകുമാർ എന്ന ഒറ്റ നേതാവിനെയാവും കളത്തിലിറക്കുകയെന്നാണ് BJP കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള സൂചന. BJP-യുടെ A ക്ലാസ് മണ്ഡലം കൂടിയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ പ്രചാരണ രംഗം തകൃതിയാക്കാൻ ഇപ്പോഴേ BJP കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പാലക്കാട് കോർപ്പറേഷനിൽ ഭരണമുണ്ടെന്നതും ഇത്തവണയും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാമെന്ന ലക്ഷ്യത്തിന് BJP-ക്ക് കരുത്താവുന്നുണ്ട്. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗം ഇത്തവണയും കൊഴുക്കും. ശക്തമായ ത്രികോണ മത്സരം തന്നെ പ്രതീക്ഷിക്കാം. കരിമ്പനകളുടെ നാട്ടിൽ ചെങ്കൊടി പാറിക്കാൻ ഇടതും മണ്ഡലം നിലനിർത്താൻ വലതും കഠിന പരിശ്രമം തന്നെ നടത്തും. എന്നാൽ BJP എത്ര വോട്ട് പിടിക്കും, അതിലേതു മുന്നണിയുടെ വോട്ടുകളാവും ചോരുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും പാലക്കാട്ടെ ഫലം.